നമസ്കാരം കുഞ്ഞുങ്ങളെ. കിർമിച്ച് കി ഗേന്ദ് എന്ന പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അരേ जा जा बड़ा आया गेंद वाला, क्या सबूत है कि यही गेंद नीचे फेंकी थी? अनिल ने पूछा. अरे जा जा बड़ा आया गेंद वाला, ഒന്ന് പോയേ. ബെഡ ആയ ഗേന്ദ് വാല, ഒരു വലിയ പന്തുകാരൻ ദാ വന്നിരിക്കുന്നു, ഒന്ന് പോയാട്ടെ. ക്യാ സബൂത് ഹേ കി യഹി ഗേന്ദ് തേരി ഫേങ്കി തി. ക്യാ സബൂത് ഹേ, എന്ത് തെളിവാണുള്ളത്, എന്ത് എവിഡൻസ് ആണുള്ളത്? കി യഹി ഗേന്ദ് നീച്ചെ ഫേങ്കി തി, ഈ പന്ത് താഴേക്ക് എറിഞ്ഞിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഫേങ്കിന എറിയുക, താഴേക്ക്, നീച്ചെ ഫേങ്കിന താഴേക്ക് എറിയുക. ഈ പന്ത് താഴേക്ക് എറിഞ്ഞിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? അനിലിനെ പൂച്ച, അനിലാണ് ചോദിച്ചത്. ദീപക് നെ കഹ, അപ്പോൾ ദീപക് മറുപടി പറഞ്ഞു, ഹാ സബൂത് ഹേ, മുझे गेंद दिखा दो, मैं फौरन बता दूंगा. ദീപക് പറഞ്ഞു, ഹാ സബൂത് ഹേ, ആ തെളിവുണ്ട്. മുझे गेंद दिखा दो, എന്നെ പന്ത് കാണിക്ക്. मैं फौरन बता दूंगा. फौरन മീൻസ് സഡൻലി, പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മറുപടി പറയാം. അതെന്താണ്, എൻ്റെ പന്താണെന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാം. दिनेश ने देखा कि झगड़ा बढ़ रहा है. गेंद हथियाने के लिए दीपक सुधीर और सुनील का सहारा ले रहा है. दिनेश ने देखा कि നമ്മുടെ ദിനേശ് അപ്പോൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജഗഡ ബഡ് രഹാ ഹേ, ജഗഡ മീൻസ് തമ്മിലുള്ള വഴക്ക് എന്ത് ചെയ്യുകയാണ്? ബഡ് രഹാ ഹേ, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പരസ്പരമുള്ള വഴക്ക് കൂടുകയാണ്. ഗേന്ദ് ഹത്തിയാനെ ലിയെ, പന്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ദീപക് സുധീർ और സുനിൽ का सहारा ले रहा है. ദീപക് എന്ത് ചെയ്യുകയാണ്? സുധീറിനെയും സുനിലിനെയും സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരെ രണ്ടുപേരെയും ആശ്രയിച്ചിരിക്കുകയാണ്. वह जानता था कि यदि गेंद दीपक के पास चली गई तो ये तीनों मिलकर खेलेंगे. वह जानता था, वह അവൻ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ ദിനേശിന് അറിയാമായിരുന്നു. यदि गेंद दीपक के पास चली गई तो, പന്ത് ദീപകിൻ്റെ പക്കൽ പോയി കഴിഞ്ഞാൽ, ഈ തീനോ, ഇവർ മൂന്ന് പേരൂടെ, ദീപക്കും സുധീറും സുനിലൂടെ മൂന്ന് പേരും കൂടെ ചേർന്ന് ആ പന്ത് കളിക്കും എന്നറിയാമായിരുന്നു. അച്ഛാ मैं गेंद ला रहा हूँ, परंतु जब तक पक्का सबूत नहीं मिलेगा मैं किसी को दूंगा नहीं. ദിനേശ് ने कहा. അപ്പോൾ ദിനേശ് പറയുകയാണ്, അച്ഛാ मैं गेंद ला रहा हूँ, ശരി ഞാൻ പന്ത് കൊണ്ടുവരാം. परंतु പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്. जब तक पक्का सबूत, എപ്പോൾ വരെ, जब तक पक्का सबूत, നല്ല കറക്റ്റായിട്ടുള്ള തെളിവ്, നഹി മിലേക, എപ്പോൾ വരെ നല്ല കൃത്യമായ തെളിവ് കിട്ടാതിരിക്കുന്നുവോ, मैं किसी को दूंगा नहीं, ഞാൻ പന്ത് ആർക്കും തരില്ല. ദിനേശിനെ കഹ. ആരാ പറഞ്ഞത്? നമ്മുടെ ദിനേശ് പറഞ്ഞു. ഓക്കെ. गेंद आ गई. दीपक उसे देखते ही बोला, यह मेरी है, यही है मेरी गेंद, ये लाल रंग का निशान मेरी ही गेंद पर था. गेंद പന്ത് കൊണ്ടുവന്നു നമ്മുടെ ദിനേശ്. ദീപക് ഉസെ ദേഖ്തേ ഹി ബോല, ദീപക് അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഏ മേരി ഹേ, ഇതെൻ്റെയാണ്. യഹി ഹേ മേരി ഗേന്ദ്, ഇത് തന്നെയാണ് എൻ്റെ പന്ത്. യഹി ലാൽ രംഗ് കാ നിഷാൻ, ഈ ലാൽ രംഗ്, റെഡ് കളറിലുള്ള നിഷാൻ, ഈ ഒരു അടയാളം, മേരി ഹി ഗേന്ദ് പർധ, എൻ്റെ മാത്രം പന്തിലുണ്ടായിരുന്നതാണ്. വഹ് സഫി गेंदों पर ऐसी ही निशान होते हैं. अनिल ने दिनेश के साथ देते हुए कहा. वह സഫി गेंदों पर ऐसी ही निशान होती है. എല്ലാ പന്തിലും ഇങ്ങനെ തന്നെയുള്ള അടയാളമുണ്ട്. അനിൽ ദിനേശ് കാ സാത്ത് ദേത്തെ ഹുയെ കഹ, അനിൽ ദിനേശിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. ദീപക് നെ फिर जोर लगाया, मैं अपने पापा से कहलवा सकता हूँ कि गेंद मेरी है. दीपक ने फिर जोर लगाया. ദീപക് സമ്മതിക്കുന്നില്ല. ദീപക് ഉറപ്പിച്ച് പറഞ്ഞു, मैं अपने पापा से कहलवा सकता, ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാം. എന്ത്? ഗേന്ദ് മേരി ഹെ, ഈ പന്ത് എൻ്റെയാണ് എന്നുള്ളത് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാം. अरे जा, ऐसे तो मैं अपने बड़े भाई से कहलवा सकता हूँ कि गेंद दिनेश की है. अनिल ने कहा. അപ്പോൾ അനിൽ പറഞ്ഞു, നീ ഒന്ന് പോയേ. അരേ ജാ, ഏസേ തോ, ഇതുപോലെ തന്നെ
എനിക്കും പറ്റും പറയാൻ, മേ അപ്നെ ബഡേ ഭായി സെ കഹൽവാ സക്താ ഹും, ഞാൻ എൻ്റെ ബഡേ ഭായി എൻ്റെ മൂത്ത സഹോദരനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. എന്ത്? ഗേന്ദ് ദിനേശ് കി ഹെ, പന്ത് ദിനേശിൻ്റെ ആണെന്ന് ഞാൻ പറയിപ്പിക്കാം. കുച്ച് ഭി ഹോ ഗേന്ദ് മേരി ഹെ, ദീപക് ने उसे धरती पर मारते हुए कहा. धरती पर ठप्पा पड़ते हुए मेरी गेंद में से ऐसी ही आवाज़ आती थी. कुछ भी हो गेंद में, എന്തൊക്കെയാണെങ്കിലും പന്ത് എൻ്റെയാണ്. ദീപക് ने उसे धरती पर मारते हुए कहा. ദീപക് എന്ത് ചെയ്തു? പന്തിനെ തറയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. धरती पर टप्पा पड़ते हुए मेरी गेंद में से ऐसी ही आवाज़ आती थी. धरती पर टप्पा പടുത്തെ ഹുയെ, ഭൂമിയിലേക്ക് വീഴുന്ന സമയത്തുണ്ടാകുന്ന ആ സൗണ്ട് യഥാർത്ഥത്തിൽ മേരി ഗേന്ദ് മേംസെ, എൻ്റെ പന്തിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള സൗണ്ട് വരുമായിരുന്നതെന്ന് ആര് പറഞ്ഞു? ദീപക് പറഞ്ഞു. മേരെ സാത്ത് ബാസാർ ചൽ, ദുക്കാനോं पर जितनी गेंदें हैं सभी के टप्पे की आवाज़ ऐसे ही होगी. अनिल ने फिर उसकी बात काट दी. मेरे साथ बाजार चल, നീ എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വാ. ദുക്കാനോं पर जितनी गेंदें हैं, കടകളിൽ എത്രത്തോളം പന്തുകളുണ്ടോ, സഭീ കെ ടപ്പേ കി ആവാസ് ഐസേ ഹി ഹോഗി, എല്ലാത്തിൻ്റെയും താഴെ വീഴുമ്പോഴുള്ള സൗണ്ട്, ടപ്പേ കി ആവാസ്, പന്ത് വീഴുമ്പോഴുള്ള സൗണ്ട്, ഐസേ ഹി ഹോഗി, അതിങ്ങനെ തന്നെയാണ്. അനിൽ നെ ഫിർ ഉസ്കി ബാത് കാട്ട് ദി, അനിൽ വീണ്ടും അവൻ്റെ വാക്കുകളെ എന്ത് ചെയ്തു? അവിടെ അതിനൊരു തടസ്സം അവിടെ വെച്ചു കൊടുത്തു. ऐसी बात है तो मैं इसे सड़क पर फेंक दूंगा, देखो कैसे कोई खेलेगा. ऐसी बात है, അങ്ങനെയാണ് കാര്യമെങ്കിൽ मैं इसे सड़क पर फेंक दूंगा, ഞാൻ ഇതിനെ റോഡിലേക്ക് എടുത്ത് എറിയും. देखो कैसे कोई खेलेगा, നമുക്ക് കാണാം ആരെങ്ങനെ കളിക്കും എന്നുള്ളത്. दीपक ने जैसे ही गेंद को सड़क पर फेंकने के लिए हाथ उठाया कि अनिल और दिनेश ने उसे पकड़ लिया. ദീപക് എന്ത് ചെയ്തു? ദീപക് ने जैसे ही गेंद को, ദീപക് ആ പന്തെടുത്തിട്ട് സടക് പർ ഫേങ്കിനെ കേലി, റോഡിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് ഹാത്തുടായ, കൈ ഉയർത്തിയപ്പോഴേക്കും അനിൽ और ദിനേശ് ने उसे पकड़ लिया, അനിലും ദിനേശും പിടിച്ചു. अब दीपक ने रुआम से होते हुए अपना अंतिम हथियार आजमाया. बोला, या तो गेंद मुझे दे दो, नहीं तो मैं इसके पैसे सुनील से लूँगा. अब दीपक ने रुआम से होते, रुआംസ കരഞ്ഞുകൊണ്ട്, ദീപക് ഇപ്പം കരഞ്ഞുകൊണ്ട് അപ്പന അന്തിം ഹതിയാർ ആസ്മായ, തൻ്റെ അവസാന അടവങ്ങ് പ്രയോഗിച്ചു. ബോല, എന്നിട്ട് പറഞ്ഞു, യാ തോ ഗേന്ദ് മുझे दे दो, ഒന്നിൽ പന്ത് എനിക്ക് തരിക, നഹീ തോ, അല്ല എങ്കിൽ മേ ഇസ്കെ പൈസെ സുനിൽ സെ ലൂങ്ക, ഞാനിതിൻ്റെ ക്യാഷ് ആരിൽ നിന്ന് വാങ്ങിക്കും? സുനിലിൽ നിന്ന് വാങ്ങിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സുനിൽ, ദീപക് और സുധീർ കാ ഗുട്ട് മസ്ബൂത് ഹോനെ ലഗ. ഇപ്പം സുനിലും ദീപക്കും സുധീറും അവരുടെ മൂന്ന് പേരുടെ ആ ഒരു ഗ്രൂപ്പ് മസ്ബൂത് ഹോനെ ലഗ, അത് കുറച്ച് സ്ട്രോങ് ആയി. തീനോं का ही कहना था कि गेंद दीपक की है और उसे ही मिलनी चाहिए. तीनों का ही कहना, മൂന്ന് പേരുടെയും പറച്ചിൽ ഇതായിരുന്നു. എന്തായിരുന്നു? ഗേന്ദ് ദീപക് കി ഹെ, പന്ത് ദീപകിൻ്റെയാണ്. और उसे ही मिलनी चाहिए, അത് അവന് തന്നെ ലഭിക്കണം എന്നായിരുന്നു. ദിനേശ് തബ് തക് ചുപ്പ് था. वास्तव में दिनेश का मन उस समय सबके साथ मिलकर उस गेंद से खेलने को कर रहा था. बोला, अब चुप ही रहो, झगड़ा बाद में कर लेंगे, अपने अपने बाले ले आओ, पहले खेल ले. ദിനേശ് തബ് തക് ചുപ്പ് था. ആ സമയം വരെയും ഇത്രയൊക്കെ സംഭാഷണം നടക്കുമ്പോൾ നമ്മുടെ ദിനേശ് ചുപ്ത, വളരെ നിശബ്ദനായിരുന്നു അല്ലേ. വാസ്തവമേ ദിനേശ് കാ മൻ ഉസ് സമയ സബ്കെ സാത്ത് മിൽക്കർ, ആ സമയത്ത് യഥാർത്ഥത്തിൽ വാസ്തവമേ ദിനേശ് കാ മൻ, നമ്മുടെ ദിനേശിൻ്റെ മനസ്സ്, ഉസ് സമയ, ആ സമയത്ത് സബ്കെ സാത്ത് മിൽക്കർ, എല്ലാവരോടും ഒരുമിച്ച്, ഉസ് ഗേന്ദ് സെ ഖേൽനെ കോ കർ രഹാ ഥാ, എല്ലാവരും കൂടെ ഒരുമിച്ച് പന്ത് കളിക്കണം എന്നുള്ളതായിരുന്നു ദിനേശിൻ്റെ മനസ്സിൽ. പോലെ ദിനേശ് പറഞ്ഞു, अब चुप ही रहो, झगड़ा बाद में कर रहे हैं. अब चुप ही रहो, നിങ്ങളിപ്പം മിണ്ടാതിരിക്കുക, झगड़ा बाद में कर लेंगे, പിന്നീട് നമുക്ക് വഴക്കുണ്ടാക്കാം. अपने अपने बल्ले ले आओ, എല്ലാവരും അവരവരുടെ ബാറ്റ് എടുത്തുകൊണ്ട് വരൂ. പെഹലെ ഖേൽലെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കളിക്കാം എന്ന് പറഞ്ഞു. 5 മിനിറ്റ് के भीतर ही खेल आरंभ हो गया. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കളി ആരംഭിച്ചു. ദിനേശ് ബല്ലേബാജി കർ രഹാ ഥാ, ബല്ലേബാജി കർണ ബാറ്റ് ചെയ്യുന്നതിനാണ്. ദിനേശ് ആയിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്. अभी 2-4 बार ही खेला था कि और चमकदार नई गेंद एकदम ज़ोर से उछली और दरवाज़ा पार कर सड़क पर जाते हुए एक स्कूटर में बनी
सामान रखने की जालीदार टोकरी में जा गिरी. अभी 2-4 बार ही खेला था. ഒരു 2-4 പ്രാവശ്യം കളിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും ചമക്ക്ദാർ വളരെ തിളക്കമുള്ള നൈ ഗേന്ദ് ആ പുത്തൻ പന്ത് ഏകദം ജോർ സെ ഉജലി. അത് എന്ത് ചെയ്തു, പെട്ടെന്ന് വളരെ ശക്തിക്ക് പോയിട്ട് ദർവാസ പാർക്കർ അവർ കളിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തിൻ്റെ വാതിലൊക്കെ കടന്ന് സഡക് പർ ജാത്തേ ഹുയെ ആ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഏക് സ്കൂട്ടർ മേ ബനി സാമാൻ രഖ്നെ കി ജാലിദാർ ടോക്കരി. ഒരു സ്കൂട്ടറിൻ്റെയൊക്കെ സൈഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമാൻ രഖ്നെ കി ജാലിദാർ ടോക്കരി. നമുക്കറിയാം സ്കൂട്ടറിൻ്റെയൊക്കെ സൈഡിൽ സാധനങ്ങൾ വെക്കാനുള്ള ജാലിദാർ ടോക്കരി, ഒരു നെറ്റ് കൊണ്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും അല്ലേ, അതിൽ പോയി വീണു. സ്കൂട്ടർ വാലെ കോ ഷായദ് പതാ ഭി നഹീം ചല. സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. തേജി സെ ചലത്തെ ഹുയെ സ്കൂട്ടർ കെ സാത്ത് ഗേന്ദ് ബി ചലി ഗയി. തേജി സെ ചലത്തെ വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരുന്ന സ്കൂട്ടറിനോടൊപ്പം സ്കൂട്ടർ കെ സാത്ത് ഗേന്ദ് ബി ചലി ഗയി, പന്തും അങ്ങനെ പോയി. ബच्चे पहले तो चिल्लाते हुए स्कूटर के पीछे भागे परंतु जल्दी ही सब रुक गए. ബच्चे പെഹലെ തോ ചില്ലാത്തെ ഹുയെ, കുട്ടികൾ ഇത് അങ്ങോട്ട് വീണ ടൈമിൽ പെഹലെ തോ ചില്ലാത്തെ ഹുയെ അവർ അലച്ചുകൊണ്ട് സ്കൂട്ടർ കെ പീച്ചെ ഭാഗെ സ്കൂട്ടറിൻ്റെ പുറകെ ഓടി. പരന്തു ജൽദി ഹി സബ് റുക് ഗയെ, പക്ഷെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അവിടെ നിന്നു. വേ സമജ് ഗയേ ഥേ കി സ്കൂട്ടർ കെ പീച്ചെ ഭാഗന ബേക്കാർ ഹെ. എന്താ അവർ നിന്നത്, വേ സമജ് ഗയേ ഥേ കി അവർ മനസ്സിലാക്കിയിരുന്നു സ്കൂട്ടർ കെ പീച്ചെ ഭാഗന സ്കൂട്ടറിൻ്റെ പുറകെ ഓടുക എന്നുള്ളത്, ഭാഗ്ന ഓടുക എന്നുള്ളത് ബേക്കാർ ഹെ, അത് ഉപയോഗശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. ഏക് പൽ കെ ലിയെ സബീനെ ഏക് ദൂസരേക്ക് ഓർ ദേഖ. ഏക് പൽ കെ ലിയെ ഒരു നിമിഷം സബീനെ എല്ലാവരും ഏക് ദൂസരേക്ക് പരസ്പരം നോക്കി. ഓർ ഫിർ സബി ടഹാക്ക മാർക്കർ ഹംസ് പടേ. എല്ലാവരും എന്ത് ചെയ്തു, ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും പരസ്പരം ഒന്ന് നോക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്തു, ടഹാക്ക മാർക്കർ ഹംസ്ന എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തിൽ ആഹ്ലാദിച്ച് അവർ ചിരിക്കാനായിട്ട് തുടങ്ങി. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുകയുള്ളൂ. താങ്ക് യു.